നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം VBEG റാംജി അഥവാ തൊഴിലുറപ്പ് പദ്ധതി എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് ദ എക്കണോമിക്സ് ടൈംസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ നിന്നും കിട്ടിയ ഏതാനും വിവരങ്ങളെ വെച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമായും ഗ്രാമീണ പ്രദേശങ്ങളാണ് കൂടുതലുമുള്ളത്. അപ്പോൾ ഈ ഗ്രാമീണ പ്രദേശങ്ങളുടെ വികസനം എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ വികസനം എന്നും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രാമീണ വികസനത്തിനായി കൊണ്ടുവന്നൊരു സാധനമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ അതിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തി പുതിയതായി ഇറക്കിയതാണ് ഈ VBG എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചധികം മാറ്റങ്ങൾ തന്നെ ഈ പുതിയ പദ്ധതിയിൽ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, പണ്ട് നമ്മൾ 20 വർഷം മുമ്പൊക്കെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്ന് പറയുമ്പോൾ ആർക്കും തൊഴിലില്ലായ്മയുടെ അവസ്ഥയിലും ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ തൊഴിലില്ലാതെയും പൈസ ഇല്ലാതെയൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മിക്കവർക്കും ഈ അന്നെന്ന് പറയുമ്പോൾ തൊഴിലിന് വേണ്ടി പണിയെടുക്കുക എന്നത് വേണ്ടി മാത്രമായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. പക്ഷേങ്കിൽ ഇന്നത് പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. ഇന്ന് നമ്മൾ വികസനത്തിൻ്റെ പാതയിലൂടെയാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു പണിയെടുത്ത് ജീവിക്കാൻ അല്ലാത്ത രീതിയിലുമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വികസനത്തിന് വേണ്ടി ഉള്ള പണി നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി മാറ്റിയിരിക്കുന്നു. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് എത്ര ദിവസവും പണിയും എന്നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പണ്ടെന്ന് പറയുമ്പോൾ ഇത് 100 ദിവസമായിരുന്നു. പിന്നീട് അത് ഇപ്പോൾ 125 ദിവസമായി ഉയർത്തിയിരിക്കുകയാണ് ചെയ്തത്. പിന്നെ പണത്തിൻ്റെ കാര്യമാണെങ്കിലും നോക്കുകയാണെങ്കിൽ, പണ്ട് 90% ഏതൊരു സംസ്ഥാനമാണെങ്കിലും 90% കേന്ദ്രവും 10% സംസ്ഥാനവുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡെവലപ്ഡ് ആയ സംസ്ഥാനങ്ങളിൽ 60% കേന്ദ്രവും ബാക്കി 40% സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ അടുത്ത് ഈ ഡെവലപ്ഡ് അല്ലാത്ത സംസ്ഥാനങ്ങൾ അഥവാ ഈ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ നോക്കുകയാണെങ്കിൽ അത് സാധാരണ പോലെ തന്നെ 10% മാത്രമാണ് സംസ്ഥാനങ്ങൾ നൽകുന്നത്. ബാക്കി 90% ഗവൺമെൻറ് തന്നെയാണ്, കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് നൽകുന്നത്. പിന്നെ ഇത് എന്തിനൊക്കെയാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തിനൊക്കെയാണ് ലക്ഷ്യമിടുന്നത് വെച്ചാൽ, നേരത്തെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും വികസനം ഉണ്ടായി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഈ പുതിയ പദ്ധതിയിൽ എന്തായാലും വികസനം വേണം എന്നുള്ള നിലയിലായി. എന്ന് വെച്ചാൽ സാധാരണ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലല്ലാതെ ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള സ്ഥലങ്ങളൊക്കെ പണിയെടുത്ത് അത് ഡെവലപ്ഡ് ആക്കുക എന്ന രീതിയിലായി. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ജലപ്രദേശവും കുടിവെള്ളത്തിൻ്റെ സ്ഥലങ്ങളിലൊക്കെ പണിയെടുക്കുകയും പിന്നെ റോഡ് വികസനം എന്നിങ്ങനെയുള്ള രീതിയിലൊക്കെയായി. അപ്പോൾ ഇത് ഇതൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ ഏത് സ്ഥലം എപ്പോൾ പണിയെടുത്ത് എങ്ങനെ ഡെവലപ്ഡ് ആയി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്ക് എന്തായാലും സത്യസന്ധമായി മാത്രമേ പണിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ആ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടെ സംസ്ഥാനങ്ങളിൽ പിന്നെ വന്നൊരു വാദമാണ് സംസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ പവർ ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷെ അത് തീർച്ചയായും തെറ്റായ കാര്യമാണ്. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് നല്ല പോലെ പവറുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് തന്നെ ഒട്ടും കള്ളത്തരവും അതൊന്നും കാണിക്കാൻ സാധിക്കുകയില്ല. നേരായ വഴികൾ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഡിജിറ്റലായി അറ്റൻഡൻസും എവിടെയൊക്കെ എന്തൊക്കെ ഡെവലപ്മെൻ്റാണ് വന്നതെന്നും കറക്റ്റായി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വന്നതാണ് ഈ ഫാമേഴ്സിനൊക്കെ ഉള്ള പ്രശ്നം. ഈ കൃഷി സമയത്ത് ആൾക്കാരെ കിട്ടാനില്ല, പണിയെടുക്കുന്നവരെ കിട്ടാനില്ല എന്നുള്ളതൊക്കെയാണ് പിന്നീട് വന്ന ഭീഷണി. അപ്പോൾ ഇപ്പോൾ പുതിയ വന്ന നിയമത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇത് കൃഷിയുള്ള ടൈമിൽ നമുക്ക് വേണമെങ്കിൽ തൊഴിലുറപ്പ് പൂർണ്ണമായി നിർത്തിവെക്കാൻ ഉള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വലിയ നല്ല കാര്യം തന്നെയാണ്.
സമയം മാത്രം നിർത്തിവെക്കുകയാണെങ്കിൽ ധാരാളം തൊഴിലാളികളെ കൃഷിക്ക് വേണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ അതിനുവേണ്ടി തേടി നടക്കേണ്ടതോ തപ്പി നടക്കേണ്ട ആവശ്യം കർഷകർക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. ഞാൻ അവസാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനമാണ് നമ്മുടെ ഇന്ത്യയുടെ വികസനം എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഗ്രാമ വികസനത്തിനായി ഏറ്റവും നല്ല പരിപാടി തന്നെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.